ഗൾഫ് മേഖലയിലെ ആകാശം പുകപടലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. നയതന്ത്രത്തിന്റെ മധുരഭാഷണങ്ങൾ അവസാനിക്കുകയും യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയും ചെയ്യുന്നൊരന്തരീക്ഷം. ഇറാൻ എന്ന കരുത്തുറ്റ ശക്തി തങ്ങളുടെ തൊട്ടടുത്ത അയൽരാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ഒരു ശത്രുതാവളമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അയൽക്കാർ എന്ന ലേബൽ ഇനിയില്ല എന്ന് ഇറാനിയൻ പാർലമെന്റംഗം അലി ഖെസ്രിയാന്റെ വാക്കുകൾ കേവലമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ വിളംബരമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രത്തോളം പ്രകോപിതരാകുന്നത്? സൗഹൃദത്തിന്റെ പാതയിൽ നിന്ന് UAE എങ്ങനെയാണ് ഇറാന്റെ മിസൈൽ ലക്ഷ്യങ്ങളുടെ മുൻനിരയിലെത്തിയത്? ഇറാന്റെ പ്രകോപനത്തിനു പിന്നിലെ പ്രധാന കാരണം 2020 ഒപ്പിട്ട അബ്രഹാം കരാറാണ്. ഇസ്രായേലുമായി UAE കൈകോർത്ത നിമിഷം മുതൽ ഇറാൻ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്നു. ഇസ്രായേലിന്റെ ആധുനിക റഡാറുകളും അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും UAEയുടെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടത് ഇറാന്റെ ചാരത്തുള്ള ഒരു ശത്രുകണ്ണായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അയൺ ഡോം ബാറ്ററികളും അവ പ്രവർത്തിപ്പിക്കാൻ ഡസൻ കണക്കിന് ഇസ്രായേലി സൈനികരും UAEയിലെത്തിയത് ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിശ്വസിക്കുന്നു. ഇസ്രായേലിന്റെ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസ് UAEയിൽ പ്രവർത്തനം ആരംഭിച്ചതും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചു. UAEയുടെ മണ്ണിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ തലവേദനയാണ്. അബുദാബിക്ക് പുറത്തുള്ള അൽ ദഫ്ര എയർബേസ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെയുള്ള നൂതന ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കുന്നു. ഏപ്രിലിൽ ഹോർമുസ് കടലിടുക്കിലുണ്ടായ വെടിവയ്പ്പിനു പിന്നാലെ ഈ അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനെതിരെയാണ് ഖദം അൽ അൻബയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കർശന മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ രാജ്യത്തെ അമേരിക്കക്കാരുടെയും സയണിസ്റ്റുകളുടെയും ഗുഹയാക്കി മാറ്റരുത് എന്നായിരുന്നു. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇറാനിയൻ മണ്ണിലെ പല സ്ഫോടനങ്ങൾക്കും പിന്നിൽ UAEയുടെ വിരലടയാളമുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഘേഷ് ദ്വീപിലെ ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെ നടന്ന വ്യോമാക്രമണം ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് UAE വിമാനങ്ങളായിരുന്നു. കൂടാതെ ലാവനിലെ ഒഴുന്നുശുദ്ധീകരണശാലയ്ക്കും സിരിയയിലെ കേന്ദ്രങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിൽ UAEയുടെ ഫ്രഞ്ച് നിർമ്മിത മിറാജ് 2009 വിമാനങ്ങൾ പങ്കെടുത്തത് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു. UAEയുടെ F-16E വിമാനങ്ങൾ തങ്ങളുടെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ട് സിറിയൻ ആകാശത്തും മറ്റും പ്രത്യക്ഷപ്പെടുന്നത് തങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഗൂഢനീക്കമാണെന്ന് ഇറാൻ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. ലോകത്തിന്റെ ഊർജ്ജനരമ്പായ ഹോർമുസ് കടലിടുക്കിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണ്. UAEയുടെ നിർണായക തുറമുഖമായ ഫുജൈറ ഇറാന്റെ നാവിക പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫുജൈറയിലേക്കോ അവിടെ നിന്നോ പോകുന്ന ഏതൊരു കപ്പലും തങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് IRGC പ്രഖ്യാപിച്ചതോടെ UAEയുടെ സാമ്പത്തിക സുരക്ഷിതത്വം വലിയ ചോദ്യചിഹ്നമായി മാറി. ഇറാന്റെ മിസൈൽ കരുത്ത് ലോകത്തിനറിയാവുന്നതാണ്. ബഹ്റൈനിലെ ജുഫൈർ ബേസിലേക്ക് ഇറാൻ തൊടുത്ത പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ അവരുടെ കൃത്യതയുടെ തെളിവാണ്. UAEക്കെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും കേവലം ആയുധങ്ങളല്ല, മറിച്ച് മേഖലയിലെ മേധാവിത്വം ഉറപ്പിക്കാനുള്ള അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയാണ്. യുദ്ധം വെറും മിസൈലുകളിൽ ഒതുങ്ങുന്നില്ല. വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ ഇറക്കുമതിക്കായി UAE തുറമുഖങ്ങളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ബന്ധം വഷളായതോടെ ഇറാനികൾക്കുള്ള വിസകൾ നിർത്തലാക്കുകയും ഇറാനിയൻ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തപ്പോൾ UAE തിരിച്ചടിച്ചു. ഇതിനു പകരമായി പാകിസ്ഥാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പുതിയ കരമാർഗങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുക്കുകയാണ്. തങ്ങളുടെ സമ്പത്ത് ആയുധങ്ങൾക്കും ആണവ പദ്ധതികൾക്കും വേണ്ടി ഇറാൻ നശിപ്പിക്കുന്നു എന്ന UAE മന്ത്രി റീം അൽ ഹാഷിമയുടെ വിമർശനം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ്. 1971 ഇറാൻ നിയന്ത്രിക്കുന്ന അബു മൂസ, ഗ്രേറ്റർ തുൻബ്, ലെസർ തുൻബ് എന്നീ ദ്വീപുകൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കിടയിലെ കത്തുന്ന കനലാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കാൻ ഈ ദ്വീപുകൾ ഇറാനെ സഹായിക്കുന്നു. ഈ ദ്വീപുകളുടെ മേലുള്ള അവകാശം UAE വീണ്ടും ശക്തമാക്കുന്നത് ഇറാന്റെ പ്രകോപനം ഇരട്ടിപ്പിക്കുന്നു. ഇറാൻ ഇന്ന് വെറുമൊരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പ്രതിരോധ അച്ചുതണ്ടിന്റെ കേന്ദ്രമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ UAE മുതിരുമ്പോൾ അത് തങ്ങളുടെ നാശത്തിനുള്ള വഴിയൊരുക്കലാണ് എന്നാണ് ഇറാന്റെ പക്ഷം. UAEക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാകുമോ അതോ നയതന്ത്രപരമായ ഒരു പിൻവാങ്ങലിന് വഴിമാറുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഒന്നുറപ്പാണ്, പേർഷ്യൻ കടലിലെ ഓളങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ ഗന്ധം പേറുന്നു. ഇറാന്റെ കരുത്തിനു മുന്നിൽ UAEയുടെ ആധുനിക ആയുധങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും.